എൻ്റെ പ്രണയം ഭാഗം 78. ഇതിൽ ആരുടെ വുഡ്ബിയാണ് തെക്കെടുത്ത് ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നത്? പൊന്നു ചോദിച്ചു. എൻ്റെ, സരിത പറഞ്ഞു. എന്നിട്ട് ജോലിക്കാരും എന്തായി, റെഡിയായോ? പൊന്നു ചോദിച്ചു. ഇല്ല, അദ്ദേഹം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല, സരിത പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ്, വിവാഹം കഴിഞ്ഞിട്ടാണോ ജോലിക്ക് പോയി തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പ് പോയി തുടങ്ങുന്നുണ്ടോ? പൊന്നു ചോദിച്ചു. ഞാൻ ജോലിക്ക് അതിനു മുമ്പ് പോകും മാഡം. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പോകാമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷെ സന്ധ്യ വിവാഹം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, കാരണം അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അതെയോ? എന്നാ ഒരു കാര്യം ചെയ്, സരിത നാളെ വന്ന് ജോയിൻ ചെയ്തോളൂ. തെക്കെടുത്ത് ജ്വല്ലറിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. മേഡം, അത് താൻ പേടിക്കണ്ട, ധൈര്യമായിട്ട് ചെന്ന് നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം. പിന്നെ പഠനത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം. ഞാൻ സിസ്റ്ററോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ 4 കൂട്ടുകാർ ഒരുമിച്ച് ഒരു കോളേജിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാം. ഇനി സൺഡേ ഫ്രീ ആണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് പഠിക്കുകയും ചെയ്യാം, നേരിട്ട്, പൊന്നു പറഞ്ഞു. അവർക്ക് അതെല്ലാം കേട്ടപ്പോൾ സന്തോഷമായിരുന്നു. പിന്നെയും കുറച്ചു നേരം കൂടി പൊന്നു സംസാരിച്ചതിന് ശേഷമാണ് ഫോൺ കട്ട് ചെയ്തത്. പൊന്നു ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അപ്പോൾ തന്നെ സരിത വിളിച്ച് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന കിരണിനോട് കാര്യം പറഞ്ഞു. ആരാണ് നിന്നോട് വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞത്? അത് ഇന്നലെ ഓർഫനേജിൽ വന്ന ഒരു മേഡമാണ്. ആ മേഡത്തിൻ്റെ ഹസ്ബൻഡാണ് ഹരിരുദ്രദേവ് എന്നാണ് പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ നിന്നെ വിളിച്ചത് ഇതൾ മേഡമാണോ? അതെ, ഇതളെന്നാണ് സിസ്റ്റർ പേര് പറഞ്ഞത്. അതെയോ? ഈ ഹരിരുദ്രദേവ് തെക്കെടുത്ത് ജ്വല്ലറിയുടെ ഓണറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ നിന്നെ വിളിച്ച് സംസാരിച്ച ഇതൾ മേഡം. അതെയോ? അപ്പോൾ എനിക്ക് നാളെ വന്ന് ജോയിൻ ചെയ്യാമോ? മേഡം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് നാളെ വന്ന് ജോയിൻ ചെയ്യാം, കിരൺ പറഞ്ഞു. സരിത ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഫോൺ കട്ട് ചെയ്തത്. അവൾ ആ കാര്യം സിസ്റ്ററോടും സന്ധ്യയോടും പറയുകയും ചെയ്തു. അവർ സൺഡേ അവരുടെ വീട്ടിൽ പോയി സംശയങ്ങൾ ക്ലിയർ ചെയ്യാം എന്നും ബാക്കിയുള്ള സമയങ്ങളിൽ ഈവനിങ് ക്ലാസ്സിന് പോയി പഠിക്കാം എന്നും തീരുമാനിച്ചു. അന്ന് വൈകിട്ട് പൊന്നു കോളേജ് കഴിഞ്ഞ് നേരെ വില്ലയിലേക്കാണ് പോയത്. അവൾ പോകുന്ന കാര്യം ഹരിയോട് പറഞ്ഞിരുന്നു. കൂട്ടുകാരെ ആ വില്ല കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്നാണ് അവൾ പറഞ്ഞത്. അത് ഹരി സമ്മതിക്കുകയും ചെയ്തു. പൊന്നുവിനോട് അവിടെ നിന്നോളാനും ഹരി വന്ന് കൊണ്ടുവരാം എന്നും പറഞ്ഞു. വീട്ടിൽ വിളിച്ച് മുത്തശ്ശിയോടും അമ്മയോടും പൊന്നു കാര്യങ്ങൾ പറഞ്ഞു. ഹരിയുടെ ഒപ്പം വന്നാൽ മതിയെന്ന് മുത്തശ്ശിയും പറഞ്ഞു. അങ്ങനെ പൊന്നും കൂട്ടുകാരും വില്ലയിലേക്ക് പോയി. ആ വില്ല അവർക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവർ അവിടെ ചെല്ലുമ്പോൾ കൃഷ്ണേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഹരി വിളിച്ച് പറഞ്ഞതുകൊണ്ട് താക്കോൽ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പൊന്നും കൂട്ടുകാരും വൈകുന്നേരം വരെ അവിടെ കൂടി. 6 മണി കഴിഞ്ഞാണ് അവരെല്ലാവരും തിരിച്ചു പോയത്. പൊന്നുമിനെ ഒറ്റയ്ക്കാക്കി പോകാൻ അവർക്ക് മടിയുണ്ടായിരുന്നു. പക്ഷേ ഹരി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും വിട്ടത്. പൊന്നു അവർ പോയതും ഓർഡർ ചെയ്ത കാര്യങ്ങൾ എല്ലാം എത്തിക്കാൻ വിളിച്ചു പറഞ്ഞു. അവൾ പറഞ്ഞത് പ്രകാരം എല്ലാ സാധനങ്ങളും അവളുടെ വില്ലയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു. അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം പൊന്നു അതുമായിട്ട് അവരുടെ ബെഡ്റൂമിലേക്ക് പോയി. ഹരി വരുന്നതിന് മുമ്പ് തന്നെ പൊന്നു താഴേക്ക് വന്നിരുന്നു. നടുമുറ്റം നന്നായി ക്ലീൻ ചെയ്തു വൃത്തിയാക്കി തന്നെയാണ് കിടന്നത്. എന്നാലും അവൾ നന്നായി ക്ലീൻ ചെയ്തു. അതിൽ വെള്ളം പുറത്തേക്ക് പോകുന്ന ഭാഗം ബ്ലോക്ക് ചെയ്തു. വെള്ളം കെട്ടി നിർത്തി. അവളുടെ മനസ്സിൽ ഹരി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഹരി എന്ന് അവരുടെ ഡോമിൽ വെച്ച് പറഞ്ഞിരുന്നു. ഹരിയുടെ മനസ്സിൽ എങ്ങനെയായിരിക്കണം അവരുടെ കൂടിച്ചേരൽ എന്നും. അത് മാത്രമല്ല, ഹരിയുടെ ഒരു ബുക്കിൽ നിന്നും പൊന്നു അത് കണ്ടുപിടിക്കുകയും ചെയ്തു. ഹരി അത് മുന്നേ തീരുമാനിച്ചിരുന്നിരുന്നു. പക്ഷേ തൻ്റെ അന്നത്തെ ആ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് ഹരിക്ക് ഹരിയുടെ ആഗ്രഹം സാധിക്കാതെ പോയത്. അത് സാധിച്ചു കൊടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു പൊന്നു. നടുമുറ്റത്ത് ഉള്ള ഗണപതി വിഗ്രഹത്തിൽ മാല ചാർത്തി. ആ വെള്ളത്തിൽ താമരപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. അവിടെ ഡെക്കറേഷനും മറ്റും കഴിഞ്ഞ് പൊന്നു വേഗം തന്നെ കുളിക്കാനായി പോയി. അവൾ കുളിച്ച് ഫ്രഷായി വന്നു. ഒരു സെറ്റ് മുണ്ടും ഉടുത്തു. പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചു. കൂട്ടുകാർ എല്ലാവരും കൂടി കിച്ചണിൽ കയറി ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് ഡെക്കറേഷൻ പരിപാടികൾ എല്ലാം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കുളിച്ച് ഫ്രഷായതിനു ശേഷം അവൾ ഹരിയെ കാത്ത് ഇരിക്കുകയായിരുന്നു. സമയം നോക്കിയപ്പോൾ 8 മണിയുടെ അടുത്തായി. അവൾ വീട്ടിൽ വിളിച്ച് അമ്മയോടും
ഹരിയുടെ അമ്മയോടും സംസാരിച്ചു. ഹരി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ടെൻഷനായി. മോളെ, ഒറ്റയ്ക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടെ സെക്യൂരിറ്റിയും മറ്റും ഉണ്ടല്ലോ. അമ്മേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പൊന്നു പറഞ്ഞു. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ഹരിയേട്ടൻ വന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് പൊന്നു ഫോൺ കട്ട് ചെയ്തു. അവൾ വിൻഡോയിലൂടെ നോക്കിയപ്പോൾ ഹരി കാറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടു. അവൻ ഇറങ്ങുന്നത് കണ്ടതും അവൾ ഡോറിൻ്റെ ലോക്ക് മാറ്റി. ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് അവൾ മറഞ്ഞു നിന്നു. ഡോർ തുറന്ന് അകത്തേക്ക് കയറി ഹരി ശരിക്കും ഞെട്ടിപ്പോയി. നടുമുറ്റത്തുള്ള ആ ഗണപതി വിഗ്രഹത്തിൻ്റെ അടുത്തെ നിലവിളക്കിൻ്റെ പ്രകാശം പൂജാമുറിയിലെ നിലവിളക്കും കത്തിയിരിക്കുന്നുണ്ട്. അവൻ്റെ കാലുകൾ നടുമുറ്റത്തിൻ്റെ ഭാഗത്തേക്ക് ചലിച്ചു. അവൻ അവിടെ ചെന്നപ്പോൾ ആ കാഴ്ച കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ 2 കൈകൊണ്ടും മീശയിൽ ഒന്ന് തടവി ചുറ്റും പൊന്നുവിനെ ഒന്ന് നോക്കി. പൊന്നു, അവൻ വിളിച്ചു. അവൾ മിണ്ടാതെ നിൽക്കുകയായിരുന്നു. മുന്നിലേക്ക് വാ പൊന്നു, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കണമോ? ഞാൻ കണ്ടുപിടിച്ചാൽ പണിഷ്മെന്റ് കൂടും. എൻ്റെ മുന്നിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ തരാം, ഹരി പറഞ്ഞു. ഹരിയേട്ടാ, ഞാൻ വരാം, പക്ഷേ ഇപ്പോഴല്ല. ഹരിയേട്ടൻ ചെന്ന് നമ്മുടെ താഴത്തെ റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷായിട്ട് വാ, അവൾ പറഞ്ഞു. പൊന്നു, ഹരി വിളിച്ചു. ചെല്ല് ഹരിയേട്ടാ, അവൾ പറഞ്ഞു. അവൻ സമ്മതിച്ചുകൊണ്ട് ചുറ്റും ഒന്ന് നോക്കി. പിന്നെ താഴത്തെ റൂമിലേക്ക് നടന്നു. അവിടെ അവന് മാറാനുള്ള ഡ്രസ്സെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ബെഡിൽ. അതിൽ നിന്നും ടവലും എടുത്തുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി. അവൻ തിരക്ക് പിടിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവന് അവളെ കാണാൻ അത്രയും ആഗ്രഹം തോന്നി. കാരണം തൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന തൻ്റെയും പൊന്നുവിൻ്റെയും ഒന്നുചേരലിനായി താൻ കരുതി വെച്ചതാണ് ഇങ്ങനെയെല്ലാം എന്ന് അവൻ ഓർത്തു. അവൻ വേഗം ഫ്രഷായി ഇറങ്ങി. ഒരു ഡാർക്ക് ബ്ലൂ ട്രാക്ക് പാൻറ് മാത്രമാണ് അവൻ ഇട്ടത്. വേഗം റൂമിന് പുറത്തേക്ക് വന്നു. പൊന്നു, ഇനി പറ, നീ എവിടെയാ? അവൻ വീണ്ടും വിളിച്ചു ചോദിച്ചു. ഞാൻ പറയാം, അതിനു മുമ്പ് ഡൈനിങ് റൂമിലേക്ക് ചെല്ല്. അവിടെ ഞാൻ കോഫി എടുത്തു വെച്ചിട്ടുണ്ട്, അവൾ പറഞ്ഞു. അവൻ 2 ഇടുപ്പിലും കൈകൾ വെച്ചുകൊണ്ട് ഒന്ന് നിന്നു. പിന്നെ ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആവി പറക്കുന്ന നല്ല ചൂട് ചായയും കഴിക്കാനായി വട്ടയപ്പവും ഓംലേറ്റും പഴവും വെച്ചിട്ടുണ്ടായിരുന്നു. കോഫിയുടെ ചൂടിൽ നിന്നും ഓംലേറ്റിൻ്റെ ചൂടിൽ നിന്നും അവന് മനസ്സിലായി ഇപ്പോൾ ഉണ്ടാക്കിയതാണെന്ന്. അവൻ അവിടെ ചുറ്റും നോക്കിക്കൊണ്ട് കോഫി കപ്പ് എടുത്തു. ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുടിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറിയൊരു ദേഷ്യം വന്നുവെങ്കിലും അവളുടെ ആ രീതിയെല്ലാം അവന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവൻ കോഫി കുടിച്ചു കഴിഞ്ഞതും പെട്ടെന്ന് അവിടെ മാകെ പാട്ടിൻ്റെ വരികൾ കേൾക്കാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകൾ അതുകൂടിയായതും അവളെ ചുറ്റും തിരഞ്ഞു. കഴിഞ്ഞു പൊന്നു, അവൻ വിളിച്ചു പറഞ്ഞു. ഇനി കാത്തു നിൽക്കില്ല, ഞാൻ അങ്ങോട്ട് വരികയാണ്, ഹരി പറഞ്ഞു. അതിന് മറുപടിയൊന്നും ഉണ്ടായില്ല. അവൻ ചുറ്റും നോക്കിക്കൊണ്ട് പടികൾ കയറുമ്പോഴാണ് നടുമുറ്റത്തുള്ള ആ വലിയ ഗണപതി വിഗ്രഹത്തിൻ്റെ ഫൗണ്ടൻ്റെ പുറകിൽ പൊന്നുവിൻ്റെ പകുതി ശരീരം അവൻ കാണുന്നത്. അവൻ വേഗം അങ്ങോട്ട് നടന്നു. ശബ്ദമുണ്ടാക്കാതെ പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഗണപതി വിഗ്രഹത്തിൻ്റെ വാട്ടർ ഫൗണ്ടനിൽ നിന്നും വെള്ളം ഒഴുകുന്നത് കൊണ്ട് അതിൻ്റെ ശബ്ദത്തിലും അതിൻ്റെ ഓളങ്ങളിലും അവൻ നടുമുറ്റത്തിലെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയത് അവൾ അറിഞ്ഞില്ല. വെള്ളത്തിലെ ആ താമര അവൻ കയ്യിലെടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അടുത്ത് അവൻ്റെ സാമീപ്യം അറിഞ്ഞതുപോലെ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ തന്നെ നോക്കിക്കൊണ്ട് താമരയും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഹരിയെ കണ്ടു. അവൻ അവളെ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ പുറകിലേക്ക് പോകാൻ പോയതും പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവളുടെ മുന്നിൽ വന്നു നിന്നു. അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. അവൾ അവൻ്റെ കരവലയത്തിൽ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അടച്ചിരുന്നു. പൊന്നു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞാൻ ഇങ്ങനെയെല്ലാം ആഗ്രഹിച്ചിരുന്നു എന്ന് എങ്ങനെ മനസ്സിലായി? അവൻ ചോദിച്ചു. മനസ്സിലുള്ള കാര്യം പേപ്പറിൽ പകർത്തി വയ്ക്കുമ്പോൾ അത് എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഓർത്തില്ലായിരുന്നോ? പൊന്നു ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ പടർന്നു കിടക്കുന്ന കൺമഷിയുടെ തിളക്കവും അവനെ വല്ലാതെ ആകർഷിച്ചു. അതിനേക്കാളെല്ലാം അവനെ ആകർഷിച്ചത് അവളുടെ നെറ്റിയിലെ സിന്ദൂര പൊട്ടിലേക്കായിരുന്നു.
മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തൻ്റെ പെണ്ണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതിൽ പരം സന്തോഷം ഹരിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ്റെ നോട്ടം അവൾക്ക് താങ്ങാൻ പറ്റാതെ അവൾ മുഖം കുനിക്കാൻ പോയതും അതിന് സമ്മതിക്കാതെ അവൻ അവളെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി. എന്നിട്ട് ചോദിച്ചു, നിന്നിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ പൊന്നു? ഞാൻ നിന്റെ ഈ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിന്റെ മുഖത്ത് വിരിയുന്ന ഈ നാണം, നിന്റെ കണ്ണുകളിലെ ഈ പിടച്ചിൽ, ഇതെല്ലാം എന്നെ നിന്നിലേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടുകളിലേക്ക് തന്നെ നിന്നതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. പതിയെ അവൻ്റെ മുഖം അവളുടെ ചുണ്ടുകളിലേക്ക് താഴ്ന്നു വന്നതും അവൾ അവനെ തള്ളി മാറ്റി ഓടാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. എങ്ങോട്ടാ ഈ ഓടുന്നത്? ഇതെല്ലാം എനിക്ക് വേണ്ടി നീ തന്നെ കരുതി വെച്ചതല്ലേ, എന്നിട്ട് ഓടിപ്പോകുന്നുവോ? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് പിടിച്ചു. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അപ്പോൾ അവളുടെ കണ്ണുകൾ പോയത് അവൻ്റെ നെഞ്ചിലെ ടാറ്റുവിലായിരുന്നു. എന്നെ ഒരുപാട് കൊതിപ്പിക്കുന്നത് എന്താണെന്നറിയോ ഹരിയിൽ? ഇതാണ് എന്ന് പറഞ്ഞ് അവൾ അവളുടെ വലത് കൈ അവൻ്റെ ഇടനെഞ്ചിലേക്ക് വെച്ചു. എനിക്കും എന്ന് പറഞ്ഞ് അവൻ അവളുടെ നേരിയത് വലിച്ചു മാറ്റി. അവളുടെ ബ്ലൗസിന് പുറത്തേക്ക് കാണുന്ന ആ ടാറ്റുവിൻ്റെ കുറച്ച് ഭാഗം അവൻ അവിടേക്ക് നോക്കി. ഇത് ചെയ്തേ പിന്നെ ഞാൻ പൂർണ്ണമായി കണ്ടിട്ടില്ല, എനിക്ക് കാണണം. അവൻ വളരെ ആർദ്രമായാണ് പറഞ്ഞത്. കണ്ടോട്ടെ പൊന്നു? അവൻ അവളുടെ കാതുകളിൽ ചോദിച്ചതും അവളൊന്ന് പൊളഞ്ഞുപോയി. അവൻ്റെ ശ്വാസം ചെവിയിൽ തട്ടിയതും അവളുടെ ശരീരം പൂത്തുലഞ്ഞതുപോലെ അവൾക്ക് തോന്നി. അവളിൽ നിന്നും ശീൽക്കാര ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നതും ഹരി അവളുടെ കാതുകളിൽ കടിച്ചു. അവളിൽ നിന്നും വരുന്ന ഓരോ ശബ്ദങ്ങളും അവനിലെ പുരുഷനെ ഉണർത്താൻ പറ്റുന്നത് ആയിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാക്കി ഓടി നടന്നു. നെറ്റിയിൽ മുതൽ അവളുടെ ചുണ്ടുകൾ വരെ അവൻ്റെ ഉമിനീരിനാൽ പടർന്നു. അവളുടെ നെറ്റിയിൽ അവൾ തൊട്ടിരുന്ന സിന്ദൂരപ്പൊട്ട് പടർന്ന് അവളുടെ നെറ്റിയാകെ പടർന്നു കിടക്കുന്നുണ്ട്. അത് അവനിൽ വീണ്ടും ആവേശം കൂട്ടി. അവൻ അവളെ ആ വെള്ളത്തിൽ നിന്നും 2 കൈകൾ കൊണ്ട് പൊക്കി. അവൻ്റെ കൈകൾ അവളുടെ അരയിൽ അമർന്നതും അവൾ അവൻ്റെ നെഞ്ചിൽ അവളുടെ മുഖം ഒളിപ്പിച്ചു. അവൻ അവളെ നടുമുറ്റത്തു നിന്ന് കയറുന്ന ഭാഗത്തേക്ക് കിടത്തിക്കൊണ്ട് അവൻ വെള്ളത്തിൽ നിന്ന് കയറി അവൾക്ക് അടുത്ത് കിടന്നു. ബ്ലൗസും സെറ്റുമുണ്ടും മാത്രം ഉടുത്തുകൊണ്ട് പൊന്നു കിടക്കുമ്പോൾ ഹരി അവൾക്ക് മുകളിൽ വന്നു. ഞാൻ ആഗ്രഹിച്ചത് നിന്നെ ഇങ്ങനെ സ്വന്തമാക്കണമെന്നാണ്. പക്ഷേ വിഷമം ഒട്ടും തന്നെയില്ല. എന്നാലും ഇത് എനിക്ക് പുതിയൊരു അനുഭവമാണ്. പ്രത്യേകിച്ച് നീയായിട്ട് സമ്മാനിച്ചത് കൊണ്ട് അതിന് പുതുമയും രീതികളും കൂടും. എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്ന നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പൊന്നു. നിന്നിലേക്ക് ചേരാൻ അത്രമാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം ഞാൻ നിന്നെ സ്വന്തമാക്കേണ്ടത് എന്ന് മനസ്സിൽ കുറിച്ചിരുന്നു. അതെനിക്കായി തിരിച്ചു തന്നതിന് എന്താ ഞാൻ നിനക്ക് തരേണ്ടത്? അവൻ ചോദിച്ചു. അത് കേട്ടതും അവൾക്ക് മുകളിലായി അവളുടെ ശരീരത്തിലേക്ക് മുട്ടാതെ നിന്ന അവൻ അവളുടെ ദേഹത്തേക്ക് അടുപ്പിച്ചു. എൻ്റെ ഹരിയേട്ടൻ്റെ ആഗ്രഹങ്ങൾ ഞാനല്ലാതെ പിന്നെ ആരാണ് സാധിച്ചു തരിക? അത് സാധിച്ചു തരാനല്ലേ ഞാനുള്ളത്. അപ്പോൾ റെഡിയാണോ പൊന്നു? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ അതിന് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീട് ഹരിയുടെ ഒന്നുചേരലായിരുന്നു. അവൻ്റെ ആഗ്രഹ സാക്ഷാത്കാരമായിരുന്നു. അവൻ മനസ്സിൽ അവൻ്റെ പെണ്ണിനെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നോ അങ്ങനെ അവൻ അവളെ സ്വന്തമാക്കുകയായിരുന്നു. വളരെ പതിയെ, ഒരുപാട് സമയമെടുത്ത് അവളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവന് പൂർണ്ണമായി വിധേയമായി അവളും. വിളക്കിൻ്റെ എണ്ണ വറ്റി ആ വിളക്കുകൾ അണഞ്ഞിട്ടും അണയാത്ത പ്രണയമായി അവൻ അവളിലേക്ക് പ്രകാശമായി പരന്നിരുന്നു. അവിടെ വെച്ചുള്ള ഒന്നുചേരലിന് ശേഷം തളർന്ന് അവൻ്റെ നെഞ്ചിലേക്ക് കിടന്ന അവളെ അവൻ 2 കൈകളാലും കോരിയെടുത്തുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി. കാലുകൾ കൊണ്ട് മുറിയുടെ ഡോറ് തുറന്ന് ഹരി മുന്നിലെ കാഴ്ച കണ്ട് അവൻ്റെ കണ്ണുകളും വീണ്ടും സന്തോഷം കൊണ്ട് അലയടിക്കാൻ തുടങ്ങി. അവൻ അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന്
അഴിഞ്ഞു മാറിയ ആ നേരിയതിനാൽ ശരീരം മറച്ച് അവനിലേക്ക് ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ അവൻ നോക്കി. അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇത് എൻ്റെ സ്പെഷ്യല്, അവൾ പറഞ്ഞു. അവൻ അവളെ ആ ബെഡിലേക്ക് കിടത്തി. പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്ന ആ ബെഡിൽ സ്വർണ്ണക്കരയോട് കൂടിയ മുണ്ട് മാറുവരെ ഉടുത്തുകൊണ്ട് അഴിഞ്ഞുലഞ്ഞ മുടിയും നെറ്റിയിലെ സിന്ദൂരപ്പൊട്ട് പടർന്നു കിടക്കുന്ന അവളുടെ നെറ്റിത്തടവും അവൻ്റെ ചുംബനങ്ങളാൽ ചുവന്നു കിടക്കുന്ന അവളുടെ ചുണ്ടും അവൻ കൊടുത്ത ചെറുകടികളാൽ തൊടുത്തു കിടക്കുന്ന അവളുടെ കവിൾ തടങ്ങളും മുണ്ടിൻ്റെ മറയിലൂടെ തന്നെ കാണുന്ന അവളുടെ നഗ്നതയും അവനെ വീണ്ടും ഉണർത്തുന്നത് ആയിരുന്നു. അവൻ വീണ്ടും അവളിലേക്ക് ആ രാത്രിയിൽ പലതവണ അവരുടെ ഒന്നുചേരലായിരുന്നു. രാവിലെ കോളിംഗ് ബെൽ ശബ്ദം കേട്ടാണ് പൊന്നു കണ്ണു തുറന്നത്. ബെഡിൽ നിന്നും എഴുന്നേക്കാൻ പറ്റാതെ അത്രയും അവൾ തളർന്നു പോയിരുന്നു. അപ്പോഴും അവൻ കമഴ്ന്നു കിടന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൻ്റെ മുഖം അവളുടെ കഴുത്തിടിക്കിലാണ്. വീണ്ടും കോളിംഗ് ബെൽ ശബ്ദം കേട്ടതും അവനെ അടർത്തി മാറ്റാൻ നോക്കി. അപ്പോഴാണ് ഹരിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. അവൾ എങ്ങനെയൊക്കെ അവനെ മാറ്റിക്കൊണ്ട് എഴുന്നേറ്റു. ഫോൺ എടുത്തു നോക്കിയപ്പോൾ അത് കൃഷ്ണേട്ടനാണ് എന്ന് കണ്ടു. മോളെ, എഴുന്നേറ്റില്ലേ? ഞാൻ കൃഷ്ണേട്ടനാ. ആ, എഴുന്നേറ്റു, ഞാൻ ഫ്രഷ് ആവുകയായിരുന്നു, അവൾ പറഞ്ഞു. അതെയല്ലേ, ഞാൻ പാല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ വന്നത്. എന്നാ ഞാനത് പുറത്ത് വെച്ചേക്കാം, മോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞ് കൃഷ്ണേട്ടൻ പോയതും പൊന്നു ഫോൺ അവിടെ വെച്ചുകൊണ്ട് ഹരിയെ നോക്കി. അപ്പോഴും കമഴ്ന്നു കിടന്ന് ഉറങ്ങുകയാണ്. ബെഡിൽ ഇന്നലെ ഇട്ടിരുന്ന പൂക്കളെല്ലാം അവൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്തും പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ട്. അവൻ്റെ അരഭാഗം വരെ ബ്ലാങ്കറ്റ് കൊണ്ട് മൂടിയിട്ടുണ്ട്. അതിനുള്ളിൽ നഗ്നമാണെന്ന് അവൾക്കറിയാം. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടികൾ പതിയെ മാറ്റിക്കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. എഴുന്നേൽക്കുമ്പോൾ വീഴാൻ പോകുന്നുണ്ട്. അത്രമാത്രം ഇന്നലെ അവളെ അവൻ പ്രണയിച്ച് തളർത്തിയിരുന്നു. ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും പൊന്നുവിൻ്റെ ക്ഷീണം എല്ലാം മാറിയിരുന്നു. അവൾ ഒരു സിമ്പിൾ ലെമൺ യെല്ലോ കുർത്തയും ഇട്ട് മുടി ടവൽ കൊണ്ട് ചുറ്റിക്കെട്ടി നെറ്റിയിൽ ഒരു പൊട്ടും തൊട്ട് ഹരിയെ ഒന്ന് നോക്കി. ഉറക്കമാണ് എന്ന് കണ്ടതും അവൾ നേരെ താഴേക്ക് ചെന്നു. മെയിൻ ഡോറ് തുറന്നു. കൃഷ്ണേട്ടൻ പുറത്ത് കൊണ്ടുവന്ന് വെച്ച കവറുകൾ എടുത്തുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. അത് അകത്ത് കൊണ്ടുവന്ന് വെച്ച് അവൾ പൂജാമുറിയിലേക്ക് ചെന്നു. ഇന്നലെ ഇട്ടിരുന്ന പൂക്കളെല്ലാം അപ്പോഴും ആ നടുമുറ്റത്തെ വെള്ളത്തിലുണ്ട്. ആ ഗണപതി വിഗ്രഹത്തിൻ്റെ മുന്നിൽ വിളക്ക് തെളിയിച്ചു. പൂജാമുറിയിൽ കയറി കുങ്കുമമെടുത്ത് സീമന്തരേഖ ചുവപ്പിച്ചു. കിച്ചണിലേക്ക് ചെന്നു. കൃഷ്ണേട്ടൻ കൊണ്ടുവന്ന കവറെടുത്ത് പുറത്തേക്ക് വയ്ക്കുമ്പോഴാണ് അതിൽ ഒരു മൊബൈലിൻ്റെ ബോക്സ് പോലെ കാണുന്നത്. അവൾ അത് എടുത്തു നോക്കി. അതിൽ ഒരു ലെറ്ററും ഒരു മൊബൈൽ ഫോണും തന്നെയായിരുന്നു. ഇതാരാണ് ഇത്ര രാവിലെ തന്നെ മൊബൈൽ ഫോണൊക്കെ ഗിഫ്റ്റായിട്ട് തരാൻ? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ ലെറ്റർ ഓപ്പൺ ചെയ്തു. നീ അന്വേഷിക്കുന്ന തെളിവുകൾ നിന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കണ്ടുപിടിക്കേണ്ടത് നിന്റെ കടമയാണ്. 5 നൂലുകളാൽ കെട്ടിക്കെട്ടി അത് വലിയൊരു കടുങ്കെട്ടായി മാറിയിരിക്കുകയാണ്. അത് അഴിച്ചെടുക്കാൻ നിനക്ക് സാധിക്കില്ല. കാരണം അത് വളരെ നേർത്ത ചരടാണ്. നേർത്ത ചരടിലെ കെട്ട് അഴിക്കാൻ പാടാണ്. പക്ഷേ നിന്റെ മുന്നിൽ വലിയൊരു ചരടുണ്ട്. ആ ചരടിൽ ചെറിയൊരു കെട്ടാണ് ഇപ്പോൾ ഉള്ളത്. ആ കെട്ട് നിനക്ക് ഇപ്പോൾ അഴിക്കാൻ സാധിച്ചാൽ നിനക്ക് വിജയിക്കാം. പക്ഷേ ഓരോ ദിവസം ചെല്ലുന്തോറും ആ ചരടിൽ കെട്ടുകൾ വീണുകൊണ്ടിരിക്കുന്നു. പിന്നീട് അതൊരിക്കലും നിനക്ക് അഴിക്കാൻ പറ്റാത്ത രീതിയിൽ അത് മുറുകും. മുറുകെ മുറുകെ അത് ചിലപ്പോൾ നിന്നെ ശ്വാസം മുട്ടിക്കും. അതുകൊണ്ട് ഓരോ ചുവടും സൂക്ഷിച്ച് മുന്നിലേക്ക് വയ്ക്കുക. പതിയെ, വളരെ സൂക്ഷ്മമായി. നീ നിസ്സാരമായി കാണുന്നതായിരിക്കും നിനക്ക് പ്രതികളിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ തെളിവ്. അതുകൊണ്ട് ഓരോ തെളിവിനെയും നീ നിസ്സാരമായി കാണരുത് എന്ന് നിന്റെ സ്വന്തം ഷാഡോ. അത് വായിച്ചതും പൊന്നു വേഗം ലെറ്ററും ആ ബോക്സുമായി അവിടെ നിന്നും റൂമിലേക്ക് ചെന്നു. അവൾ ചെല്ലുമ്പോൾ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഹരി. പൊന്നു ഓടി വരുന്നത് കണ്ടതും എന്തുപറ്റി പൊന്നു? അവൻ കയ്യിലെ ടവൽ വലിച്ചെറിഞ്ഞുകൊണ്ട് വേഗം അവളുടെ അടുത്തേക്ക് വന്നു. അവൾ അവന് നേരെ ആ ബോക്സും ലെറ്ററും നീട്ടി. ഹരിയേട്ടാ, ആരായിരിക്കും ഇത്രയും രാവിലെ? അത് കൃഷ്ണേട്ടൻ കൊണ്ടുവന്ന ആ കവറിൽ ഇത് വയ്ക്കണമെങ്കിൽ? പൊന്നുവിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നു. അതേ ചോദ്യങ്ങൾ അത് വായിച്ച ഹരിയിലും ഉണ്ടായിരുന്നു. ടെൻഷനാവാതെ
നമുക്ക് നോക്കാം. ഇത് ശത്രുവല്ല എന്ന് തോന്നുന്നു. അല്ലേ ഹരിയേട്ടാ? അവൾ ചോദിച്ചു. ശത്രുവാണോ മിത്രമാണോ എന്ന് പറയാൻ പറ്റില്ല പൊന്നു. നമ്മുടെ ശ്രദ്ധ വഴിതിരിച്ചു വിടാനായിരിക്കും ചിലപ്പോൾ ഇത്. അതുകൊണ്ട് നമുക്ക് നോക്കാം. എന്തായാലും എനിക്കൊരു കോഫി എടുത്തിട്ട് വാ. നല്ല ക്ഷീണം, ശരീരമൊക്കെ വേദനിക്കുന്നുണ്ട്. ടെൻഷനോടെ അവിടെ നോക്കി നിൽക്കുന്ന പൊന്നുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും പൊന്നു അവനെ കൂർപ്പിച്ചു നോക്കി. ഇവിടെ ഇത്രയും വലിയ കാര്യം നടന്നിട്ട് അതിനിടയ്ക്ക് റൊമാൻസിക്കാൻ വരുന്നു. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ, അവൾ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എന്നോട് ഒരുപാട് പേര് സ്റ്റോറി ഡിലേ ആവുന്നു, ലേറ്റ് ആവുന്നു, ചില ദിവസങ്ങളിൽ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിൻ്റെ കാരണങ്ങൾ വീണ്ടും പറയുകയാണ്. എൻ്റെ മകള് +2-നാണ് പഠിക്കുന്നത്. മോൾക്ക് എക്സാമാണ്. മോൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനും എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. എക്സാം ടൈമിൽ ഞാൻ സ്റ്റോറി തുടങ്ങിയ കാലം തൊട്ടേ ഇങ്ങനെ തന്നെയായിരുന്നു. പല ദിവസങ്ങളും സ്റ്റോറി ഇടാറില്ല. പിന്നെ നിങ്ങൾ ചോദിക്കും, അപ്പോൾ പഴയ സ്റ്റോറി വരുന്നുണ്ടല്ലോ എന്ന്. അത് ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആലോചിച്ച് എഴുതുന്ന പുതിയ സ്റ്റോറികൾക്ക് ഒത്തിരി സമയമെടുക്കും. അതാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്റ്റോറി ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.